നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ കൂത്താട്ടുകുളം ഏരിയയുടെ വാർഷിക സമ്മേളനം 15/1/2026 വ്യാഴം വൈകിട്ട് 5 മണിക്ക് സ്ത്രീധര്യം കോൺഫറൻസ് ഹാളിൽ നടന്നു. കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ റെജി ജോൺ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീധര്യം ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നാരായണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷന്റെ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ സാ അധ്യക്ഷയായ ചടങ്ങിൽ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ PC ഭാസ്കരൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഏരിയ സെക്രട്ടറി ഡോക്ടർ ബേസിൽ ജോണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മനു ആർ മംഗലത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ രാജശേഖരൻ, ശ്രീധര്യം ഡെപ്യൂട്ടി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സീഗല PV, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകാന്ത് P നമ്പൂതിരി, ഡോക്ടർ സജേഷ് മാത്യു, ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത്, ഡോക്ടർ ശ്രീരാഗ് നമ്പൂതിരി, ഡോക്ടർ ഹിമ ഏലിയാസ്, ഡോക്ടർ അലക്സ് ജോർജ്, ഡോക്ടർ അമൽ മേരി, ഡോക്ടർ കുസ്മം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘടനയുടെ പുതിയ ഭാരവാഹികളായി ഡോക്ടർ ശ്രീകല NP പ്രസിഡന്റ്, ഡോക്ടർ ഹിമ ഏലിയാസ് സെക്രട്ടറി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. 30 ആയുർവേദ ഡോക്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളും ഈ സമ്മേളനത്തിലും തുടർന്നുള്ള കലാ സാംസ്കാരിക പരിപാടികളിലും പങ്കെടുത്തു. വലിയ ജനക്കൂട്ടം പ്രതീക്ഷിച്ചല്ല ഈ പരിപാടി നടത്തിയതെങ്കിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ ആയുർവേദത്തെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങളെല്ലാം ആയുർവേദ ഡോക്ടർമാരാണ്. പക്ഷേ AMI എന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന ഈ സംഘടന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആയുർവേദ ഡോക്ടർമാരുടെ ഉന്നമനത്തിനും അതുപോലെ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയും അതിൻ്റെ ഒരു ചെറുഘടകമായ ഏരിയ കമ്മിറ്റിയും ഒത്തുചേർന്ന് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചെറിയ തലങ്ങളിൽ തുടങ്ങി പ്രവർത്തിച്ച് ഒരു വലിയ ശക്തിയായി നമ്മുടെ ഈ സംഘടന മാറുകയാണ്. ആ ബേസിൽ അതിൻ്റെ തലപ്പത്ത് വന്ന ആ കാലം മുതൽ മറ്റ് ഈ ഇപ്പോഴുള്ള ടീമാണ് ഇതിന് എല്ലാത്തിനും കാരണം. അതുപോലെ ജാസ്മിൻ ഡോക്ടറുടെ ഒരു എന്താ പറയുക അകമഴിഞ്ഞ സഹകരണം, എല്ലാത്തിനും പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ്മെൻറ്റ്, എല്ലാവരെയും പേഴ്സണലായിട്ട് തന്നെ വിളിച്ച് അറിയിക്കുക. അതുപോലെ ഈ മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല, ചിലപ്പോൾ 3-4 പ്രാവശ്യമെങ്കിലും വിളിച്ച്. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാനൊരു വാദഗതിയൊന്നും ഉന്നയിക്കുകയല്ല, ആയുർവേദം കണ്ടമാനം ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിച്ചതിന് ശേഷം അവസാന ഘട്ടത്തിൽ ഒരു ചാൻസ് ആണെന്ന് പറഞ്ഞ് വന്ന് ഈ ആയുർവേദം ഉപയോഗിച്ച് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോകുന്ന രോഗികൾ, അതിന് ഉദാഹരണം ശ്രീധര്യം തന്നെയാണ്. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന നമ്മുടെ ശ്രീധര്യം തന്നെയാണ്. കാരണം അവസാനമായിട്ട് ഇവിടെ വരാറില്ല, അല്ലേ ഡോക്ടറെ? സർവ്വ ആശുപത്രികൾ കൈയൊഴിഞ്ഞ് എനിക്കറിയാവുന്ന ഞാൻ പല ആൾക്കാരെയും ഞാനിവിടെ ഡൽഹിയിൽ നിന്നും അതുപോലെ ഇന്ത്യയിൽ നിന്ന് വെളിയിൽ നിന്നൊക്കെ എന്നെ വിളിച്ച് ചോദിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും, ഒന്നും വേണ്ട, കെനിയയിൽ നിന്ന് വന്ന ഒരു പ്രധാനമന്ത്രി വരെ അവർക്കൊന്നും അറിയാൻ പാടില്ല എന്നിട്ടാണോ തന്നെ. സ്വാഭാവികമായിട്ടും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഷുഗറിന്റെ മരുന്ന് കഴിക്കാൻ അലോപ്പതിയിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പതി മരുന്ന് എല്ലാം കെമിക്കല് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷെ പെട്ടെന്ന് അസുഖം ഭേദമാവും. ഞാൻ മനസ്സിലാക്കിയാണ്. ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ അസുഖം ഭേദമാവുള്ളൂ. പക്ഷെ ഭേദമായി കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നത് വിരളമായിരിക്കും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആയുർവേദം ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.